അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. അമ്മ ഹൗസ് വൈഫാണ്. അമ്മ ആണ് ഞങ്ങളുടെ നെടും തൂണ്. 3 പെൺകുട്ടികളെ പുറകിൽ നടന്ന് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഞങ്ങൾ ഒരു ദിവസം പോലും റെസ്റ്റ് ഇരുന്നിട്ടില്ല. പാട്ട്, ഡാൻസ്, വീണ, വയലിൻ, കീബോർഡ്, മൃദംഗം, ഡ്രോയിങ് ക്ലാസ്, പെയിൻറ്റിങ്, സ്പോർട്സ് ഉണ്ട്, എല്ലാ ക്ലാസ്സസ് ഉണ്ട്. ഒരു ദിവസം 3 ട്യൂഷനും ഉണ്ട്. രാവിലെ 5 മണിക്ക് ഞങ്ങൾ 3 പേരും എണീറ്റ പിന്നെ രാത്രി 9:30-10 മണി വരെ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞിട്ട് മൺഡേ ടു സൺഡേ ഇതാണ്. സൺഡേ നൈറ്റ് 9 PM നമ്മൾ ഉറങ്ങുള്ളൂ. അമ്മ ആണ് ഫുൾ ടൈം 24 hours നമ്മുടെ കൂടെ നിന്നിട്ട് 3 പേരിനെയും ഇങ്ങനെ ആക്കി തീർത്തത്. 3 പെൺകുട്ടികളെ ഒരേപോലെ കൊണ്ടുപോകണം. 3 പെൺകുട്ടികളെ, പ്രത്യേകിച്ച് കൊല്ലങ്കോട് പോലെ ഒരു ചെറിയ സ്മോൾ ടൗണിൽ നിന്ന്. ഇറ്റ് ഈസ് നോട്ട് ഈസി. തീർച്ചയായിട്ടും. അപ്പൊ അമ്മയ്ക്കാണ് ഒരു ബിഗ് സല്യൂട്ട് ആദ്യം. താങ്ക് യു. യെസ്, അമ്മയാണ്. ഒരു അമ്മ, അച്ഛൻ ഒരു നമ്മുടെ ഒരു ആത്മാവിന്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും നമ്മളെ വലം കയ്യിൽ അമ്മയുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് പോയാലും ഇടം കയ്യിൽ അച്ഛനുണ്ട്. എൻ്റെ പിന്നിൽ എൻ്റെ ദേശീയുണ്ട്, എൻ്റെ പുറകിൽ എൻ്റെ അനുജത്തിയുണ്ട്. ആ ഒരു ധൈര്യം വലുതല്ലേ എപ്പോഴും കിട്ടുന്നത് യാത്ര ചെയ്യുമ്പോൾ? ഭയങ്കര ധൈര്യമാണ്. അമ്മയും അച്ഛനാണെങ്കിൽ, അച്ഛനൊന്നും ഒരു കാരണത്തിന് പോലും നമ്മളുടെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. നിൻ്റെ ഡ്രീം എന്താണോ, നിനക്ക് എന്തിലാണ് നിനക്ക് സക്സസ് ആവാൻ പറ്റുകയെന്ന് തോന്നുക, യു ഗോ ഫോർ ഇറ്റ്, ഞങ്ങൾ ബിഹൈൻഡ് ദ ബാക്ക് നിന്നോളാം. 20-ൽ കൂടുതൽ വർഷം ഞാൻ വെയിറ്റ് ചെയ്യുമ്പോഴും എന്നെ അതേ ഹോപ്പിൽ, അതേ എക്സ്പെക്റ്റേഷനിൽ, അതേ എനർജിയിൽ തന്നെ അവർ കൂടെ നിന്നത്. ഞാൻ അപ്സെറ്റ് ആവുന്ന സമയത്ത് ഈ വരുന്ന പ്രോജക്റ്റ് നടക്കാതാകുമ്പോൾ അവർ അപ്സെറ്റ് ആവും. ബട്ട് സ്റ്റിൽ ഞാനൊരു നെക്സ്റ്റ് ടൈം എനിക്കൊരു ഈ ഓഡിഷന് പോലും അമ്മ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ വരും ഇങ്ങനെ ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അമ്മ നിനക്ക് മതിയായില്ലേ, ഇതായിരുന്നു അമ്മേൻ്റെ എക്സ്പ്രഷൻ. ബട്ട് സ്റ്റിൽ അമ്മ വന്നു. സോ അത് എന്നെ സംബന്ധിച്ചിട്ട് വെരി വെരി ബിഗ് തിങ്. ആ ലാസ്റ്റ് ടൈം വന്നില്ലെങ്കിൽ ഞാൻ അമ്മ കൂടെ കൊണ്ടുപോയിട്ടെല്ലാം ചെയ്യുന്നത്. അച്ഛനാണെങ്കിൽ നോ പറഞ്ഞില്ല, പോയിട്ട് വാ എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ, എനിക്ക് തോന്നുന്നില്ല ഈ ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് ഫെഡപ്പ് ആയേനെ. ചേച്ചിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും റൈറ്റ് ലെഫ്റ്റ് ഹാൻഡാണ്. ഇവൻ ഇപ്പോഴത്തെ ഡ്രസ്സ് ഞാൻ ഇത് ഇട്ടാൽ മതിയോ, അവിടെ നിന്ന് എനിക്ക് ജഡ്ജസ് പോലെ മതി എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങുള്ളൂ. അത്രയും ഒരു നിങ്ങളൊരു കുടുംബം എന്ന് വെച്ചാൽ കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ് അല്ലേ? അതെ അതെ, ആ രീതിക്കല്ല. അങ്ങനെ ഉള്ളതിലത്തെ ഏറ്റവും കല മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കുടുംബമാണ്. അതൊരു മാറ്റമില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഓഡിഷനൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നു, നമുക്ക് അപ്പോഴും പ്രതീക്ഷയില്ല. പ്രതീക്ഷ ഉണ്ടോ? ഇല്ല. അപ്പം വീണ്ടും ഇനി ഓഡീഷന് പോകേണ്ട വരും, അടുത്ത ഓഡീഷൻ പോകേണ്ടത് ഒരു ചിന്തയുണ്ടാവും വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ. ഇല്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഞാൻ ഭയങ്കര മേ ബി അറിയില്ല, ഇപ്പോൾ നമ്മൾ കുറേ ലൈഫിൽ ഓരോ ജേണി കഴിയുമ്പം ജീവിതത്തിനോടുള്ള ഞാൻ പറഞ്ഞ കാഴ്ചപ്പാട് വളരെ പോളിഷ് ചെയ്ത് എപ്പോഴും ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഈ ഓഡിഷന് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഓഡിഷൻ അവരെടുക്കുമ്പോഴും വിചാരിക്കുന്നത് ഇവൾ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. ബിക്കോസ് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. എന്നെ സംബന്ധിച്ച് ചെയ്യുന്ന കർമ്മ, ഡു യുവർ കർമ്മ, അത് അറ്റ് ദ ബെസ്റ്റ് എങ്ങനെ പറ്റുമോ അപ്പം അത് നന്നായി ചെയ്യുക. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ദിലീപേട്ടനെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ലൈക്ക് അത് ഓഡിഷൻ അറ്റംപ്റ്റ് ചെയ്യുക, നല്ലതായിട്ട് ചെയ്തിട്ട് വരിക, അത്ര മാത്രമേ ഉള്ളൂ. റിലാക്സ്ഡ് ആയിട്ട് ചെയ്തിട്ട് വന്നേ, വാട്ട് എവർ നെക്സ്റ്റ്. ബിക്കോസ് നമ്മൾ കുറേ വർഷമായല്ലോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് പോയി ചെയ്തിട്ട് വന്നത്. ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല റിട്ടേൺ. എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ഇത്രയും ഡാൻസും കാര്യങ്ങളും ചെയ്ത് നിരവധി അവാർഡുകൾ വാങ്ങി നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും അലഞ്ഞൊരു വ്യക്തി വേറെ ഉണ്ടാവില്ല കേട്ടോ. സിനിമ എന്ന സ്വപ്നത്തിൽ 100%, എൻ്റെ അറിവിലില്ല 100%. പക്ഷെ അത് ഇപ്പോഴും നമ്മൾ പറഞ്ഞാൽ അത് എത്തിയത് നല്ല കരങ്ങളിലെത്തി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ ഡീപ്പ്, ഐ തിങ്ക് കുറച്ചുകൂടെ ഡീപ്പ് പേഴ്സണൽ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ചെയ്തത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.